പുതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂരിലെ പ്രശസ്തമായ GT കാർ മ്യൂസിയത്തിന്റെ മുന്നിലാണ്. കോയമ്പത്തൂർ റേസ് കോഴ്സിൽ അവിനാശി റോഡിലാണ് GT കാർ മ്യൂസിയവും സയൻസ് മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നത്. 125 രൂപയാണ് കാർ മ്യൂസിയം കാണാനുള്ള എൻട്രി ഫീസ്. സയൻസ് മ്യൂസിയം കൂടി കാണണമെങ്കിൽ 250 രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടി വരും. കോയമ്പത്തൂർ ട്രിപ്പിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ആദ്യ 2 വീഡിയോകളായി ഇഷ യോഗ സെന്ററും മരുതമലയും കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും കാണാൻ ശ്രമിക്കുക. ദക്ഷിണേന്ത്യയിലെ ഒരേ ഒരു കാർ മ്യൂസിയമാണ് കോയമ്പത്തൂരിലെ GT കാർ മ്യൂസിയം. 100-ലധികം വിന്റേജ് കാറുകളുടെ ശേഖരം മ്യൂസിയത്തിലുണ്ട്. പ്രധാന കെട്ടിടത്തിന്റെ ബേസ്മെന്റിലാണ് GT കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കാറുകൾക്കരികിലേക്ക് നീണ്ടുപോകുന്ന പാതയുടെ ഇരുവശത്തെ ചുവരുകളിലും ചക്രങ്ങളുടെ കണ്ടുപിടുത്തം മുതൽ ഇന്നോളം എത്തി നിൽക്കുന്ന കണ്ടുപിടുത്തങ്ങളുടെ ഛായാചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അന്തരിച്ച പിതാവ് ഗോപാൽസ്വാമി ദൊരസ്വാമി നായിഡുവിന്റെ സ്മരണയ്ക്കായി 2015 GT ഗോപാൽ സ്ഥാപിച്ചതാണ് ഈ മ്യൂസിയം. ബ്രിട്ടൻ, ജർമ്മനി, ജപ്പാൻ, ഫ്രാൻസ്, സ്പെയിൻ, US എന്നിവിടങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളുടെ 35 വ്യത്യസ്ത ബ്രാൻഡുകളും കൂടാതെ GT നായിഡു സ്വകാര്യ വാഹന ശേഖരണവും ഇക്കൂട്ടത്തിലുണ്ട്. മ്യൂസിയത്തിലേക്ക് കടക്കും മുമ്പ് ചെറിയൊരു തിയേറ്റർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നീളൻ മുറിയും ഇരിപ്പിടങ്ങളും TVയും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാർ മ്യൂസിയത്തിലെ എല്ലാ കാറുകൾക്ക് മുൻപിലും വിശദ വിവരങ്ങൾ അടയാളപ്പെടുത്തിയ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ കാറിനെക്കുറിച്ച് വിവരിക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് സമയം വേണ്ടി വരുമെന്നതിനാൽ കാഴ്ചകളിലൂടെ കടന്നു പോകാനാണ് ശ്രമിക്കുന്നത്. എങ്കിലും ചിലരെ കാണുമ്പോൾ പരിചയപ്പെടുത്താതെ പോകുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു. ഇതാണ് കാഡിലാക് ലിമോസിൻ. ഇയർ ഓഫ് പ്രൊഡക്ഷൻ 1997. 4600 cc ആണ് എഞ്ചിൻ. 269 bhp ആണ് പവർ. സ്പീഡ് മണിക്കൂറിൽ 130 മൈൽ, അതായത് ഏകദേശം 215 km/h. അകത്ത് നിരത്തിവെച്ച വെട്ടിത്തിളങ്ങുന്ന സ്ഫടിക ഗ്ലാസുകൾ ആഡംബരത്തിന്റെ അടയാളങ്ങളായി മനസ്സിൽ കുറിച്ചുകൊണ്ട് അടുത്ത കാഴ്ചയിലേക്ക് നടന്നു. കാലാന്തരത്തിലുള്ള എഞ്ചിനുകളുടെ പരിണാമവും പ്രവർത്തനവും വിവിധ തരം എഞ്ചിനുകളുമാണ് ഈ മുറിയിൽ. പുതുപുത്തനെന്ന് തോന്നിപ്പിക്കും വിധത്തിൽ വളരെ ശ്രദ്ധയോടെയാണ് ഇവിടുത്തെ ഓരോ മെഷീനറികളും വാഹനങ്ങളും സംരക്ഷിക്കപ്പെടുന്നതെന്ന തിരിച്ചറിവ് പുതുതലമുറയ്ക്കും പ്രയോജനമാകുമെന്ന വിധത്തിൽ സന്തോഷം നൽകുന്നതാണ്.
18-ാം നൂറ്റാണ്ടിലെയും 19-ാം നൂറ്റാണ്ടിലെയും വിവിധ ഗതാഗത മാർഗങ്ങളെക്കുറിച്ചുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ ചിത്രങ്ങൾ കണ്ടുകഴിഞ്ഞ് മുകളിലേക്കുള്ള പടിക്കെട്ടുകൾ കയറിയാൽ മറ്റൊരു വലിയ ഹാളിലേക്കെത്താം. GT നായിഡുവിന്റെ ഉടമസ്ഥതയിൽ പൊള്ളാച്ചിക്കും പഴനിക്കുമിടയിൽ സർവീസ് നടത്തിയിരുന്ന യൂണിവേഴ്സൽ മോട്ടോർ സർവീസ് എന്ന UMSന്റെ പഴയകാല യാത്രാവാഹനമാണ് ഈ കാണുന്നത്. ഒരു പഴയകാല സിനിമാ യൂണിറ്റിന്റെ വണ്ടിയാണ് ഈ കാണുന്നത്. തമിഴ്നാട്ടിലെ ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ പിതാവും സാമൂഹിക പ്രവർത്തകനും രാഷ്ട്രീയക്കാരനുമായിരുന്ന ഈറോഡ് വെങ്കടപ്പ രാമസ്വാമി അഥവാ പെരിയാർ അല്ലെങ്കിൽ തന്തൈ പെരിയാർ എന്ന പേരിൽ ആദരിക്കപ്പെട്ട EVR പെരിയാർ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് ഈ കാണുന്നത്. GT കാർ മ്യൂസിയത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടും വരെ നന്ദി, നല്ല നമസ്കാരം.